HS Radio. ശിവഗിരി HS Radio. സാസദസനിധ പനിധ മഗ മഗരിസ. സാസദസനിധ പനിധ മഗ മഗരിസ. ശിവഗിരി HS Radio. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ അവതരിപ്പിക്കുന്നത് യുവിക, അമേയ, അനോന സിദ്ധു, നേഹ സനിൽകുമാർ. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ. പോലീസ് തലപ്പത്ത് വൻ മാറ്റം. ഇനി കാൽപന്തോളം. അതിരുകടക്കുന്ന മലയാളിക്കൊപ്പം മലയാളവുമായി ഒരു വേർഡ് സ്മിത്ത്. അഗ്നി 6 മിസൈൽ പരീക്ഷണം ഉടൻ. ഹോർമൂസ് വീണ്ടും അടച്ചു. നിത്യതയിൽ ഈ നിറച്ചിരി. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ വിശദമായി. പോലീസ് തലപ്പത്ത് വൻ മാറ്റം. ക്രമസമാധാന ചുമതല ADGP P വിജയന്. UDF സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം പോലീസിലെ ആദ്യ അഴിച്ചുപണിയലിൽ വൻ മാറ്റം. ഇടതു സർക്കാർ പ്രധാന തസ്തികകളിൽ നിയമിച്ച മിക്ക ഉദ്യോഗസ്ഥരെയും മാറ്റി. ക്രമസമാധാന വിഭാഗം ADGP-യായി ഇന്റലിജൻസ് മേധാവി P വിജയനെ നിയമിച്ചു. ക്രമസമാധാന വിഭാഗം ADGP H വെങ്കിടേഷ് ക്രൈംബ്രാഞ്ച് മേധാവിയായി. പോലീസ് ആസ്ഥാനത്തെ ADGP S ശ്രീജിത്തിനെ ജയിൽ മേധാവിയാക്കി. ബറ്റാലിയൻ ADGP ആയിരുന്ന ദിനേന്ദ്ര കശ്യപ്പാണ് ഇന്റലിജൻസ് മേധാവി. ജയിൽ മേധാവിയായിരുന്ന ബൽറാം കുമാർ ഉപാധ്യായെ ബറ്റാലിയൻ മേധാവിയുമാക്കി. വിജയന് സൈബർ ഓപ്പറേഷന്റെ അധിക ചുമതലയും നൽകിയിട്ടുണ്ട്. പോലീസ് ആസ്ഥാനത്തു നിന്ന് R നിശാന്തിനെ ഇന്റലിജൻസ് IG ആയി നിയമിച്ചു. ഇനി കാൽപന്തോളം. ഭൂഗോളം കാൽപന്തായി. ട്രയോണ്ടെ എന്ന പന്തിലുടക്കി ചിരിയും ചിന്തയും. പ്രിയ ടീമിനായി പ്രാർത്ഥന. ലൈവ് സ്ക്രീനിനു മുന്നിൽ ഇനി കളിയാവേശം. വിജയലഹരി. ഉറക്കമില്ലാ രാവുകൾ. മെസ്സി, റൊണാൾഡോ, നെയ്മർ, എംബാപ്പെ, യമാൽ, വിനീഷ്യസ്, ഹാരികെയ്ൻ, ബെല്ലിംഗ്ഹാം, ഹാലാൻഡ്, മോഡ്രിച്ച് സൂപ്പർ താരങ്ങളെ നെഞ്ചിലേറ്റിയുള്ള കാത്തിരിപ്പിന് വിരാമം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന്റെ 23-ാം പതിപ്പിന് ഇന്ത്യൻ സമയം രാത്രി 12:30 ആദ്യ വിസിൽ മുഴങ്ങി. മെക്സിക്കോയും ദക്ഷിണാഫ്രിക്കയും തമ്മിൽ മെക്സിക്കോ സിറ്റി സ്റ്റേഡിയത്തിലാണ് ഉദ്ഘാടന മത്സരം നടന്നത്. യൂറോപ്യൻ മീക്കരുത്തും ലാറ്റിൻ അമേരിക്കൻ പന്തടക്കവും ആഫ്രിക്കൻ വന്യതയും ഏഷ്യൻ തന്ത്രവും അമേരിക്കൻ മണ്ണിൽ മാറ്റുരയ്ക്കപ്പെടുന്ന കാലം. US-ലും കാനഡയിലും മെക്സിക്കോയിലുമായിട്ടാണ് 48 ടീമുകളുടെ പോര്. കഴിഞ്ഞ ലോകകപ്പിലെ ആദ്യ റൗണ്ടിൽ 32 ടീമുകളായിരുന്നു. ഇത്തവണ പ്രാഥമിക റൗണ്ടിൽ 4 ടീമുകൾ വീതമടങ്ങുന്ന 12 ഗ്രൂപ്പുകൾ. 104 മത്സരങ്ങൾ. ഫൈനൽ ജൂലൈ 19 ഇന്ത്യൻ സമയം രാത്രി 12:30 അമേരിക്കയിലെ ന്യൂജേഴ്സി സ്റ്റേഡിയത്തിൽ. അതിരുകടക്കുന്ന മലയാളിക്കൊപ്പം മലയാളവുമായി ഒരു വേർഡ് സ്മിത്ത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കുടിയേറുന്ന മലയാളികൾക്ക് അവരുടെ കുട്ടികളിൽ മലയാള ഭാഷയുടെ വേരുകൾ നിലനിർത്തുക എന്ന വെല്ലുവിളിക്ക് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പരിഹാരം കാണുകയാണ് കോട്ടയം കാരാപ്പുഴ സ്വദേശിയും അധ്യാപികയുമായ പുണ്യ മോഹൻ. മലയാളി വേർഡ് സ്മിത്ത് എന്ന ഓൺലൈൻ പഠന സംരംഭത്തിലൂടെ വിവിധ രാജ്യങ്ങളിലുള്ള കുട്ടികൾക്ക് മലയാളം സംസാരിക്കാനും വായിക്കാനും എഴുതാനും പുണ്യയുടെ നേതൃത്വത്തിൽ പരിശീലനം നൽകുന്നു. അഗ്നി 6 മിസൈൽ പരീക്ഷണം ഉടൻ. ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലായി വികസിപ്പിച്ചെടുത്ത അഗ്നി 6ന്റെ പരീക്ഷണം ഉടൻ. മിസൈൽ പരീക്ഷണത്തിന് കേന്ദ്രത്തിന്റെ അനുമതി ലഭിച്ചുവെന്നും തയ്യാറെടുപ്പുകൾ ആരംഭിച്ചുവെന്നുമാണ് പ്രതിരോധ മന്ത്രാലയവുമായി ബന്ധപ്പെട്ടവർ നൽകുന്ന വിവരം. ഒഡീഷയിലെ ബാലസോറിൽ ഇതിനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇന്ത്യ വികസിപ്പിക്കുന്ന ഏറ്റവും ദൂരപരിധിയുള്ള ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലാണ് അഗ്നി 6. ഹോർമൂസ് വീണ്ടും അടച്ചു. ലോകത്തെ കൂടുതൽ ഇന്ധന പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ട് ആഗോള ചരക്കു നീക്കത്തിലെ തന്ത്രപ്രധാന ഇടനാഴിയായ ഹോർമൂസ് കടലിടുക്ക് ഇറാൻ പൂർണ്ണമായും അടച്ചു. പശ്ചിമേഷ്യയെ വീണ്ടും സമ്പൂർണ്ണ യുദ്ധഭീതിയിലാഴ്ത്തി US-ഉം ഇറാനും ആക്രമണ പ്രത്യാക്രമണങ്ങൾ കടുപ്പിച്ച സാഹചര്യത്തിലാണിത്. ഹോർമൂസിലൂടെ ഒരു കപ്പലും കടത്തിവിടില്ലെന്നും വിലക്ക് ലംഘിക്കുന്നവയെ ആക്രമിക്കുമെന്നും ഇറാൻ സൈന്യത്തിന്റെ ഖദം അൽ അൻബിയ കമാൻഡ് മുന്നറിയിപ്പ് നൽകി. US ആക്രമണത്തെ തുടർന്ന് മേഖലയിലുണ്ടായ അരക്ഷിത സാഹചര്യം കണക്കിലെടുത്താണ് തീരുമാനമെന്ന് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ IRGC പ്രഖ്യാപിച്ചു. ഇനിയൊരു അറിയിപ്പുണ്ടാകും വരെ ഹോർമൂസ് അടച്ചിടൽ തുടരുമെന്ന് കടലിടുക്കിന്റെ മേൽനോട്ടത്തിനായി ഇറാൻ പുതുതായി രൂപവൽക്കരിച്ച പേർഷ്യൻ ഗൾഫ് സ്ട്രൈറ്റ് അതോറിറ്റി അറിയിച്ചു. നിത്യതയിൽ ഈ നിറച്ചിരി. മലയാള സിനിമയുടെ പ്രിയപുത്രൻ സലീം കുമാർ ഓർമ്മയുടെ അഫ്രപാളിയിലേക്ക്.
കഥാപാത്രത്തെ അവതരിപ്പിക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടിൽ ജീവിക്കുന്ന ഒരാളാകും സലീം കുമാർ. അദ്ദേഹത്തിൻ്റെ അഭിനയത്തിൻ്റെ വലിയ പ്രത്യേകത സ്വാഭാവികതയാണ്. ഹാസ്യരംഗങ്ങളിൽ പ്രേക്ഷകരെ പൊട്ടിച്ചിരിപ്പിച്ച അതേ നടൻ ഗൗരവമുള്ള കഥാപാത്രങ്ങളിലൂടെ കണ്ണു നനയിപ്പിക്കും. അച്ഛനുറങ്ങാത്ത വീട്, പെരുമരക്കാലം, ആദാമിൻ്റെ മകൻ, അബു തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ഹാസ്യ നടനല്ലെന്നും ഇന്ത്യൻ സിനിമയിലെ മികച്ച അഭിനേതാക്കളിൽ ഒരാളാണെന്നും തെളിയിച്ചു. ജീവിതത്തെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും സാധാരണ മനുഷ്യരുടെ അനുഭവങ്ങളെ കഥാപാത്രങ്ങളിലേക്ക് പകർത്തുകയും ചെയ്ത അദ്ദേഹത്തിൻ്റെ രീതി ഓരോ അഭിനേതാവിനും പാഠപുസ്തകമാണ്. മനുഷ്യൻ്റെ സന്തോഷവും സങ്കടവും നിസ്സഹായതയും ആത്മാഭിമാനവും ഒരുപോലെ അവതരിപ്പിക്കുന്ന ഒരു അസാധാരണ അഭിനേതാവായിരുന്നു അദ്ദേഹം. മലയാളിയുടെ ദൈനംദിന ഭാഷയിലേക്കും സംസ്കാരത്തിലേക്കും കടന്നുകയറിയ നിരവധി കഥാപാത്രങ്ങൾ സമ്മാനിച്ച അദ്ദേഹം അഭിനയത്തിന് അതിരില്ലെന്ന് തെളിയിച്ചു. മലയാളികളെ കുടുകുടാ ചിരിപ്പിച്ചും മിഴികളെ ഈറനണിയിച്ചും സിനിമയിൽ നിറഞ്ഞാടിയ കഥാപാത്രങ്ങൾക്ക് പക്ഷേ മരണമില്ല. മലയാളത്തിന് പുരസ്കാരങ്ങളുടെ അഫ്രകാന്തി പകർന്ന മഹാനടൻ്റെ സംസ്കാര ചടങ്ങിൽ പ്രിയ സുഹൃത്തു കൂടിയായ മുഖ്യമന്ത്രി VD സതീശൻ ഉൾപ്പെടെ പ്രമുഖർ സന്നിഹിതരായിരുന്നു. കപ്പൽ ആക്രമണം, UN-ൽ പ്രതിഷേധം അറിയിച്ച് ഇന്ത്യ. ഹോർമോസ് കടലിടുക്കിൽ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണത്തിന് പിന്നിൽ തങ്ങൾ തന്നെയാണെന്ന് US സെൻട്രൽ കമാൻഡ് സ്ഥിരീകരിച്ചു. ചരക്ക് കപ്പലുകൾ തുടർച്ചയായി ആക്രമിക്കപ്പെടുന്നതിൽ UN രക്ഷാസമിതിയിൽ ഇന്ത്യ ശക്തമായി പ്രതിഷേധിച്ചു. നാവികരുടെ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും ഇരുപക്ഷവും സംയമനം പാലിക്കണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു. നിപ്പ ജാഗ്രത 77 പേരുടെ സമ്പർക്ക പട്ടിക. കോഴിക്കോട് ജില്ലയിൽ വീണ്ടും നിപ്പ സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ പ്രതിരോധ നടപടികൾ ശക്തമാക്കി ആരോഗ്യവകുപ്പ്. രോഗബാധയുമായി ബന്ധപ്പെട്ട് നിലവിൽ 77 പേരുടെ സമ്പർക്ക പട്ടികയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൽ 58 പേർ ആരോഗ്യ പ്രവർത്തകരും 14 പേർ കുടുംബാംഗങ്ങളുമാണ്. നിലവിൽ സമ്പർക്ക പട്ടികയിലുള്ള ആർക്കും തന്നെ രോഗലക്ഷണങ്ങളില്ല. ബാഹുബലി റോക്കറ്റ് സ്വകാര്യ മേഖലയ്ക്ക്. ഇന്ത്യയുടെ ബഹിരാകാശ മനുഷ്യ ദൗത്യത്തിന് കരുത്തേകുന്ന തദ്ദേശീയമായി നിർമ്മിച്ച ബാഹുബലി എന്ന കൂറ്റൻ LV-M3 റോക്കറ്റിൻ്റെ നിർമ്മാണവും വിക്ഷേപണവും സ്വകാര്യ മേഖലയ്ക്ക് കൈമാറാൻ ISRO. ഇതിനായി കേന്ദ്ര സർക്കാരിൻ്റെ ബഹിരാകാശ വാണിജ്യ സ്ഥാപനമായ ഇന്ത്യൻ നാഷണൽ സ്പേസ് പ്രൊമോഷൻ ആൻഡ് ഓതറൈസേഷൻ സെന്റർ താൽപ്പര്യപത്രം ക്ഷണിച്ചു. താൽപ്പര്യപ്പെട്ടു വരുന്ന സ്ഥാപനങ്ങൾ 42 മാസത്തിനുള്ളിൽ 2 വിക്ഷേപണങ്ങൾ വിജയകരമായി നടത്തി കാണിക്കണം. അതുവരെ ISROയുടെ നിയന്ത്രണത്തിലായിരിക്കും സാങ്കേതിക വിദ്യ. കേന്ദ്ര പിന്തുണയിൽ പെട്രോളിന് വിഴുങ്ങാനൊരുങ്ങി എഥനോൾ. എഥനോൾ ചേർത്ത ഇന്ധനത്തിന്റെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായി എക്സൈസ് തീരുവയിൽ ഇളവ് തുടരുമെന്ന് കേന്ദ്ര സർക്കാർ. 20% എഥനോൾ ചേർത്ത പെട്രോളിന് നിലവിൽ എക്സൈസ് തീരുവയിൽ ഇളവ് നൽകുന്നുണ്ട്. 22%, 25%, 27%, 30% എന്നിങ്ങനെ അളവിൽ എഥനോൾ കലർത്തുന്ന പെട്രോളിനും എക്സൈസ് തീരുവ ഒഴിവാക്കുമെന്ന് പെട്രോളിയം മന്ത്രാലയം അറിയിച്ചു. 3 ജില്ലകളിൽ ഷിഗല്ല. സംസ്ഥാനത്ത് 3 ജില്ലകളിൽ ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചു. തിരുവനന്തപുരം, കൊല്ലം, വയനാട് എന്നീ ജില്ലകളിലാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. തിരുവനന്തപുരത്ത് 3 പേർക്കാണ് ഒടുവിൽ രോഗബാധ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. രോഗം ബാധിച്ച 3 കുട്ടികളുടെ നില തൃപ്തികരമാണെന്നാണ് വിവരം. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ ഒരിക്കൽ കൂടി. പോലീസ് തലപ്പത്ത് വൻ മാറ്റം. ഇനി കാൽപന്തോളം. അതിരുകടക്കുന്ന മലയാളിക്കൊപ്പം മലയാളവുമായി ഒരു വേർഡ് സ്മിത്ത്. അഗ്നി 6 മിസൈൽ പരീക്ഷണം ഉടൻ. ഹോർമൂസ് വീണ്ടും അടച്ചു. നിത്യതയിൽ ഈ നിറച്ചിരി. പോയ വാരത്തിലെ വിശേഷങ്ങൾ അവസാനിച്ചു. ശിവഗിരി HS റേഡിയോ കേൾക്കൂ, സമ്മാനങ്ങൾ നേടൂ. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. പോയ വാരത്തിലെ വിജയി ധൃതി 5C. പോയ വാരത്തിലെ ചോദ്യവും ഉത്തരവും. തിരുവനന്തപുരത്തെ മേയർ ആര്? ഉത്തരം VV രാജേഷ്. ശിവഗിരി HS റേഡിയോ ആഴ്ചയിലെ ചോദ്യം. 23ാം ഫിഫ ലോക ഫുട്ബോളിന്റെ ഫൈനൽ ഏത് സ്റ്റേഡിയത്തിലാണ്? ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72
72. സാ സദ സനിധ പനിധ മഗ മഗരി സ. മാന്യ ശ്രോതാക്കൾക്ക് നമസ്കാരം. ശിവഗിരി HS റേഡിയോ നുറുങ്ങുവെട്ടം പരിപാടി അവതരിപ്പിക്കുന്നത് മിത്ര R. ഓരോ വർഷവും ജൂൺ 12 ലോകമെമ്പാടും അന്താരാഷ്ട്ര ബാലവേല വിരുദ്ധ ദിനം ആചരിക്കുന്നു. കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും ബാലവേല പൂർണ്ണമായും ഇല്ലാതാക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് സമൂഹത്തിൽ അവബോധം സൃഷ്ടിക്കുവാനുമാണ് ഈ ദിനം ആചരിക്കുന്നത്. 2002 സ്ഥാപിതമായ ഈ ദിനാചരണത്തിന് നേതൃത്വം നൽകുന്നത് ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷനാണ്. 2006 ബാലവേല വിരുദ്ധ ദിനത്തിൻ്റെ പ്രമേയം റെഡ് കാർഡ് ടു ചൈൽഡ് ലേബർ, ഫെയർ പ്ലേ ഫോർ ചിൽഡ്രൻ, ഡീസൻറ്റ് വർക്ക് ഫോർ അഡൾട്ട്സ് എന്നതാണ്. കുട്ടികൾക്ക് വിദ്യാഭ്യാസവും സുരക്ഷിതമായ ബാല്യവും ഉറപ്പാക്കുകയും മുതിർന്നവർക്ക് മാന്യമായ തൊഴിലും ജീവിത സൗകര്യങ്ങളും ലഭ്യമാക്കുകയും ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യമാണ് ഈ പ്രമേയം മുന്നോട്ട് വയ്ക്കുന്നത്. ഇന്നും ലോകത്ത് കോടിക്കണക്കിന് കുട്ടികൾ വിദ്യാഭ്യാസം, ആരോഗ്യം, കളി എന്നിവയിൽ നിന്ന് അകന്ന് വിവിധ മേഖലകളിൽ തൊഴിൽ ചെയ്യാൻ നിർബന്ധിതരാകുകയാണ്. ദാരിദ്ര്യം, വിദ്യാഭ്യാസ ലഭ്യതക്കുറവ്, സാമൂഹിക അസമത്വം എന്നിവയാണ് ബാലവേലയുടെ പ്രധാന കാരണങ്ങൾ. ഈ പ്രശ്നം പരിഹരിക്കാൻ സർക്കാരുകളും സാമൂഹിക സംഘടനകളും പൊതുജനങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ്. ഓരോ കുട്ടിക്കും പഠിക്കാനും സ്വപ്നം കാണാനും കളിക്കാനും അവകാശമുണ്ട്. ബാലവേലയെ എതിർക്കുകയും എല്ലാ കുട്ടികൾക്കും സുരക്ഷിതവും സന്തോഷകരവുമായ ബാല്യം ഉറപ്പാക്കുകയും ചെയ്യുക എന്ന സന്ദേശമാണ് ഈ ദിനം നമുക്ക് നൽകുന്നത്. അതിനാൽ ബാലവേലാരഹിതമായ ഒരു സമൂഹം സൃഷ്ടിക്കാൻ നമുക്കെല്ലാവർക്കും പ്രതിജ്ഞാബദ്ധരാകാം. നന്ദി. ഈ ആഴ്ചത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കേൾക്കാം. ശിവഗിരി HS റേഡിയോ. സാ സദ സനിധ പനിധ മഗ മഗരി സ.